എല്ലാം അറിയും ദുഃഖനാളിൽ കൈവിടാതെ തന്റെ ചിറകിൻ നിഴലിൽ മറയ്ക്കും. ഓ എന്നെ കരുതും എന്നും പുലർത്തും എന്റെ ആവശ്യങ്ങളെല്ലാം അറിയും ദുഃഖനാളിൽ കൈവിടാതെ തന്റെ ചിറകിൻ നിഴലിൽ മറയ്ക്കും. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂമിയിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂമിയിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. ദശപേശാക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പ്രഭാതത്തിലെ വചന ചിന്തയ്ക്കായി വിശുദ്ധ തിരുവെഴുത്തുന്നു ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. സങ്കീർത്തനങ്ങൾ 119, 165. നിന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്. ലോകത്തിൽ ഇന്ന് വളരെ കുറവുള്ള ഒരു സാധനമാണ് സമാധാനം. നമുക്ക് കാശ് കൊടുത്ത് എന്തും വാങ്ങിക്കാം, എത്ര വിലപിടിപ്പുള്ള സാധനങ്ങളും നമുക്ക് വാങ്ങിക്കാം. എന്നാൽ കാശ് കൊടുത്ത് വാങ്ങിക്കുവാൻ സാധിക്കാത്ത ഒരു കാര്യമാണ് സമാധാനം. സമാധാനം ലഭിക്കണമെങ്കിൽ അത് ദൈവത്തിൽ നിന്ന് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. നമ്മൾ സമാധാനം ഉണ്ടാക്കുന്നവരായി ജീവിക്കുവാൻ ദൈവവചനം പറയുന്നു. അതുപോലെ ദൈവത്തോട് നാം അടുത്ത് വസിക്കുമ്പോൾ, ദൈവവചനം നാം അനുസരിക്കുമ്പോൾ, ദൈവത്തെ നാം സ്നേഹിക്കുമ്പോൾ ദൈവിക സമാധാനം നമ്മുടെ ജീവിതത്തിലേക്ക് പകരപ്പെടുന്നതായിട്ടും വചനത്തിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. 119 സങ്കീർത്തനമാണല്ലോ നമ്മൾ വായിച്ചത്. ദൈവവചനത്തിലെ ഏറ്റവും വലിയ അധ്യായമാണ് 119 സങ്കീർത്തനം. അതിന് 8 വാക്യങ്ങൾ വീതമുള്ള 22 ഭാഗങ്ങളുണ്ട്. മൊത്തത്തിൽ 176 വാക്യങ്ങളുള്ള ഒരു പുസ്തകമാണ്, ഒരു അധ്യായമാണ് സങ്കീർത്തനങ്ങൾ 119. സങ്കീർത്തനം 119 1-ാം വാക്യം തന്നെ തുടങ്ങുന്നത് യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ. ദൈവത്തിന്റെ ന്യായപ്രമാണം, ഇത് ദൈവവചനത്തെ ഈ 119 സങ്കീർത്തനത്തിൽ അനേക 150ഓളം ഭാഗത്ത് പല പേരുകൾ പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തിന്റെ വചനം, ലോ, ഗോഡ്സ് വേർഡ്, കമാൻഡ്മെന്റ്സ്, ജഡ്ജ്മെന്റ്, ടെസ്റ്റിമണീസ്, ഇങ്ങനെ പല രീതിയിലാണ് ദൈവവചനത്തെ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അതിലെല്ലാം പറയുന്നത് ദൈവത്തിന്റെ വചനം അനുസരിക്കുമ്പോൾ അവൻ ഭാഗ്യവാനായി തീരും. ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കുള്ള ഏറ്റവും വലിയ ഭാഗ്യമാണ് അവർക്ക് സമാധാനം ലഭിക്കുക എന്നുള്ളത്. നമ്മൾ കുറുകാക്കി വായിച്ചതിൻ്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്, അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി വരികയില്ല. പലപ്പോഴും ജീവിതത്തിലെ പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുവാൻ കാരണം നമ്മുടെ ഉള്ളിൽ വചനമില്ലാത്തതാണ്. യേശു കർത്താവ് ഉപവസിച്ചിട്ട് കടന്നു വരുമ്പോൾ പരീക്ഷകൻ അടുത്ത് വന്ന് തന്നെ പരീക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 3 പരീക്ഷകളിലൂടെ തന്നെ പരീക്ഷിക്കുമ്പോൾ താൻ യേശു കർത്താവ് ഈ പരീക്ഷകനെ സാത്താനെ വിജയിച്ചത് ദൈവവചനത്താലാണ്. വചനത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞാണ് ജയിച്ചത്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിൽ വരുന്ന പരീക്ഷകളെ ജയിക്കണമെങ്കിൽ നാം വചനത്തിൽ ഉറയ്ക്കുന്നവരായിത്തീരണം. വചനം പഠിക്കുന്നവരായിത്തീരണം, വചനത്തിൽ ഉറയ്ക്കുന്നവരായിത്തീരണം, വചനപ്രകാരം ജീവിക്കുന്നവരായിത്തീരണം, വചനത്തിൽ നിലനിൽക്കുന്നവരായിത്തീരണം. ഇവിടെ വായിച്ചത് അങ്ങനെയുള്ളവർക്ക് വീഴ്ചയ്ക്ക് സംഗതി വരികയില്ല. വചനത്താൽ സാത്താനെ ജയിക്കുവാൻ ഇടയായിത്തീർന്നാൽ, വചനത്താൽ നമ്മൾ നേരിടുന്ന സകലത്തെയും നേരിടുവാൻ സാധിച്ചാൽ അത് നമുക്ക് വീഴ്ച വരാതെ നമ്മെ അന്ത്യത്തോളം വിശ്വസ്തയോടെ നിലനിർത്തുവാൻ സാധിക്കും. സദൃശ്യവാക്യങ്ങൾ 3-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ നിന്ന് വായിക്കുന്നു. മകനെ, എൻ്റെ ഉപദേശം മറക്കരുത്, നിന്റെ ഹൃദയം എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളട്ടെ.
അവൻ നിനക്ക് ദീർഘായുസ്സും ജീവകാലവും സമാധാനവും തരും. അവിടെയും പറയുന്നു, കർത്താവിൻ്റെ വചനം, ഉപദേശം അത് മറക്കാതെ അനുസരിക്കുകയാണെങ്കിൽ, അത് കാത്തുകൊള്ളുകയാണെങ്കിൽ നമുക്ക് ദീർഘായുസ്സും ജീവകാലവും സമാധാനവും വർദ്ധിപ്പിച്ചു തരും. ഇന്ന് വാക്കാലം നമുക്ക് ദൈവത്തിന് നമ്മൾ സമർപ്പിക്കാം. നമ്മുടെ ജീവിതം, നമ്മുടെ ആയുസ്, നമുക്ക് സമാധാനം വർദ്ധിപ്പിച്ചു തരുവാൻ ദൈവത്തിനെ കഴിയത്തുള്ളൂ, ദൈവവചനത്തിനെ കഴിയത്തുള്ളൂ. അതിനായി സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. വചനം കേൾക്കുന്ന നിന്റെ ജനത്തെ ഞങ്ങളുടെ നാമത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ വചനത്തെ പ്രിയപ്പെടുവാൻ, നിന്റെ വചനം കേൾക്കുവാൻ, ഗ്രഹിപ്പാൻ, മനസ്സിലാക്കുവാൻ, അത് നിലനിൽക്കുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കുന്നു. മഹത്വം കർത്താവെടുത്താട് പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ.